ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിയോഡോർ റോത്കെ എഴുതിയ ദ ഡൈയിങ് മാൻ ആണ്. ആദ്യം നമുക്ക് ഓഥറെ പരിചയപ്പെടാം. തിയോഡോർ റോത്കെ വാസ് എ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പോയറ്റ് known for his intense lyrical quality, deep introspection, and natural imagery, largely rooted in his childhood experience in his family's Michigan greenhouse. He won the 1954 Pulitzer Prize for the Walking and 2 National Book Awards. Rothke was also a beloved teacher and mentor at the University of Washington while battling severe bipolar disorder. തിയോഡർ റോത്കെ വളരെ സ്വാധീനമുള്ള ഒരു അമേരിക്കൻ കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീവ്രമായ ഗാനരചനാ ഗുണം, ആഴത്തിലുള്ള ആത്മപരിശോധന, സ്വാഭാവിക ഇമേജറി എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. കുടുംബത്തിലെ മിഷിഗൺ ഗ്രീൻ ഹൗസിലെ ബാല്യകാല അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം പ്രധാനമായും ഈ നേട്ടം കൈവരിച്ചത്. 1954 ദി വേക്കിംഗ് പുലിറ്റ്സർ സമ്മാനവും 2 നാഷണൽ ബുക്ക് അവാർഡുകളും അദ്ദേഹം നേടി. കഠിനമായ ബൈപോളർ ഡിസോർഡറുമായി പോരാടുമ്പോൾ വാഷിംഗ്ടൺ സർവകലാശാലയിൽ പ്രിയപ്പെട്ട അധ്യാപകനും ഉപദേഷ്ടാവും കൂടിയായിരുന്നു റോത്കെ. 1908 മെയ് 25 മിഷിഗണിലെ സാഗീനാവിൽ ഓട്ടോ റോത്കെയുടെയും ഹെലൻ ഹ്യൂബ്നർ റോത്കെയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ വർക്കിലെ പ്രധാന തീമുകൾ പരിചയപ്പെടാം. ഹിസ് പോയട്രി ഓഫൻ ഡെൽസ് ഇൻടു പേഴ്സണൽ ഇൻറ്റേർണൽ സൈക്കോളജി യൂസിങ് നാച്ചർ ടു മിറർ ഹ്യൂമൻ ഇമോഷൻസ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ പലപ്പോഴും വ്യക്തിപരവും ആന്തരികവുമായ മനഃശാസ്ത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു, മനുഷ്യവികാരങ്ങളെ പ്രതിഫലിപ്പിക്കാൻ പ്രകൃതിയെ ഉപയോഗിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് നോക്കാം. ഓപ്പൺ ഹൗസ്, ദ ലോസ്റ്റ് സൺ ആൻഡ് അതർ പോയംസ്, ദ വേക്കിംഗ് പോയംസ്, പുലിറ്റ്സർ പ്രൈസ് വിന്നർ, വേർഡ്സ് ഫോർ ദ വിൻഡ് നാഷണൽ ബുക്ക് അവാർഡ് വിന്നർ, ദ ഫാർ ഫീൽഡ് നാഷണൽ ബുക്ക് അവാർഡ് വിന്നർ. തിയോഡോർ റോത്കെയുടെ ദി ഡൈയിങ് മാൻ എന്ന കവിത W.B. യീറ്റ്സിൻ്റെ ഓർമ്മക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു കവിതാ പരമ്പരയാണ്. മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അന്തിമ ചിന്തകൾ, ജ്ഞാനം, ആത്മീയ തയ്യാറെടുപ്പുകൾ എന്നിവ പര്യവേക്ഷണം ചെയ്യുന്നു. ഈ കവിത മരണത്തെ ഭയാനകമായ ഒരു അന്ത്യമായിട്ടല്ല, മറിച്ച് പരിവർത്തനമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വ്യക്തതയും പുതിയൊരു കാഴ്ചപ്പാടും നൽകുന്ന ഒരു അവസാന കാര്യം എന്നാണ് പറയുന്നത്. ഇതിലെ പ്രധാന തീമുകൾ എന്താണെന്ന് വെച്ചാൽ മരണത്തെ അംഗീകരിക്കൽ, നിത്യത ഇപ്പോഴുമുണ്ട് എന്ന് വിശ്വസിക്കൽ, ആത്മാവിൻ്റെ പരിവർത്തനം എന്നിവയാണ്. മരണത്തോടടുക്കുന്ന പ്രഭാഷകൻ തൻ്റെ ആത്മാവിനെ ഉപയോഗശൂന്യമായ ഒന്നായി കാണുന്നു. ജീവിതം അവസാനിക്കുകയാണെന്ന് അംഗീകരിക്കുന്നതിലൂടെ അദ്ദേഹം സമാധാനം കണ്ടെത്തുന്നു. ചുംബനം റോസാപ്പൂവിനെ വിശാലമാക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു. നിത്യത ഒരു വിദൂര ഭാവിയല്ല, മറിച്ച് ഒരു വർത്തമാനകാല അനുഭവമാണെന്ന തിരിച്ചറിവാണ് ഒരു പ്രധാന പ്രമേയം. അത് മരിക്കുന്ന മനുഷ്യന് തൻ്റെ അവസാന നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ ആത്യന്തിക അർത്ഥം മനസ്സിലാക്കാൻ അനുവദിക്കുന്നു. കവിത ആഴത്തിലുള്ള വ്യക്തിപരമായ പോരാട്ടത്തെ ചിത്രീകരിക്കുന്നു. സ്പീക്കർ തൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയിലും ഈ ചെറിയ ഇരുട്ടിൽ എന്നെ തന്നെ നഷ്ടപ്പെടാൻ മാത്രം തൻ്റെ പിതാവിനെ കണ്ടെത്തുന്നതിൻ്റെ ആവശ്യകതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇരുട്ട് നിറഞ്ഞതാണെങ്കിലും കവിത അവസാനിക്കുന്നത് വളർച്ചയുടെ ഒരു ബോധത്തോടെയാണ്. പാടാൻ പഠിക്കുന്ന ഒരു മനുഷ്യൻ മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴും സൃഷ്ടിയുടെയോ സന്തോഷത്തിൻ്റെയോ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. യീറ്റ്സിൻ്റെ ശൈലിയുടെ ആഴത്തിലുള്ള സ്വാധീനത്താൽ ജീവിതത്തിലും മരണത്തിലും ആത്മീയ അർത്ഥത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ കവിത റോത്കെയുടെ പിൽക്കാല കൂടുതൽ നിഗൂഢ കൃതികളുടെ ഭാഗമാണ്. ദ ഡൈയിങ് മാൻ ബൈ തിയോഡോർ റോത്കെ, പബ്ലിഷ്ഡ് ഇൻ 1956 ആൻഡ് ഡെഡിക്കേറ്റഡ് ഇൻ മെമ്മോറിയം ടു W.B. യീറ്റ്സ്. പോയം എക്സ്പ്ലോറിംഗ് ദ ഫൈനൽ സ്റ്റേജസ് ഓഫ് ലൈഫ്, spiritual transition from life to death. It is a meditative, sometimes intense work that showcases a speaker grappling with the loss of the physical body while gaining a deeper spiritual understanding. 1956 പ്രസിദ്ധീകരിച്ച് W.B. യീറ്റ്സിൻ്റെ ഓർമ്മക്കായി സമർപ്പിച്ചിരിക്കുന്ന തിയോഡോർ റോത്കെയുടെ ദി ഡൈയിങ് മാൻ, ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ, മരണനിരക്ക്, ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ആത്മീയ പരിവർത്തനം എന്നിവ പര്യവേക്ഷണം ചെയ്യുന്ന ഒരു ബഹുഭാഗ കവിതയാണ്.
ആഴത്തിലുള്ള ആത്മീയ ധാരണ നേടുന്നതിനിടയിൽ ഭൗതിക ശരീരത്തിൻ്റെ നഷ്ടവുമായി ഒരു പ്രഭാഷകൻ മല്ലിടുന്നത് കാണിക്കുന്ന ഒരു ധ്യാനാത്മകവും ചിലപ്പോൾ തീവ്രവുമായ കൃതിയാണിത്. ഇനി നമുക്ക് പ്രധാന തീമുകൾ നോക്കാം. കീ തീംസ് ആൻഡ് സമ്മറി. അക്സെപ്റ്റൻസസ് ഓഫ് മൊറാലിറ്റി. The poem opens with a dying man addressing his kin, describing his soul as hung out to dry. He accepts the necessity of death, noting that while the flesh deserts the bone, there is a heightened awareness as eternity is now. The speaker finds a final triumphant identity as a man learning to sing. പാർട്ട് 1 നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കാണാൻ കഴിയുന്നത്. മരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ബന്ധുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൻ്റെ ആത്മാവിനെ ഉണങ്ങാൻ തൂങ്ങിക്കിടക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നു. മരണത്തിൻ്റെ ആവശ്യകതയെ അദ്ദേഹം അംഗീകരിക്കുന്നു. മാംസം അസ്ഥിയെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നിത്യത ഇപ്പോൾ എന്ന നിലയിൽ ഉയർന്ന അവബോധമുണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. പാടാൻ പഠിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ പ്രഭാഷകൻ അന്തിമവും വിജയകരവുമായ ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്തുന്നു. അടുത്തത് ദ സ്ട്രഗിൾ ആൻഡ് മെമ്മറി. The tone shifts to a more conflicted, introspective state, where the speaker feels the leaden weight of past actions and inaction. He is caught between the past, present, and the impending end, acknowledging a worst night of my will, but claiming he would still dare to question all. ഭാഗം 2 പോരാട്ടവും ഓർമ്മയും ആണ് അദ്ദേഹം പറയുന്നത്. ഇനി എന്ത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കൂടുതൽ വൈരുദ്ധ്യമുള്ളതും ആത്മപരിശോധന നടത്തുന്നതുമായ ഒരവസ്ഥയിലേക്ക് സ്വരം മാറുന്നു. അവിടെ പ്രഭാഷകന് മുൻകാല പ്രവർത്തനങ്ങളുടെയും നിഷ്ക്രിയത്വത്തിൻ്റെയും ഈയളവ് അനുഭവപ്പെടുന്നു. ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിനും വരാനിരിക്കുന്ന അന്ത്യത്തിനും ഇടയിൽ അയാൾ കുടുങ്ങി. എൻ്റെ ഇച്ഛാശക്തിയുടെ ഏറ്റവും മോശം രാത്രി എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. പക്ഷേ എല്ലാം ചോദ്യം ചെയ്യാൻ താൻ ഇപ്പോഴും ധൈര്യപ്പെടുമെന്ന് അവകാശപ്പെടുന്നു. ദ ഷാഡോ ആൻഡ് ദ ഫാദർ. This section introduces a more sinister tone with an apparition that haunts the speaker's consciousness. The speaker mentions finding his father only to lose myself in this small dark, suggesting a confrontation with his past or his own mortality in the image of his father. ഭാഗം 3 അദ്ദേഹം നിഴലിനെയും പിതാവിനെയും കുറിച്ചാണ് പറയുന്നത്. ഈ ഭാഗം കൂടുതൽ ദുഷ്ടമായ ഒരു സ്വരത്തെ അവതരിപ്പിക്കുന്നു, പ്രഭാഷകൻ്റെ ബോധത്തെ വേട്ടയാടുന്ന ഒരു പ്രത്യക്ഷതയോടെ. തൻ്റെ പിതാവിനെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് സ്പീക്കർ പരാമർശിക്കുന്നത് ഈ ചെറിയ ഇരുട്ടിൽ എന്നെ തന്നെ നഷ്ടപ്പെടാൻ മാത്രം എന്നാണ്. ഇത് പിതാവിൻ്റെ പ്രതിച്ഛായയിൽ തൻ്റെ ഭൂതകാലവുമായോ സ്വന്തം മരണവുമായോ ഉള്ള ഏറ്റുമുട്ടലിനെ സൂചിപ്പിക്കുന്നു. The persistence of life. The speaker, despite his proximity to death, finds joy in the natural world, saying, I see the world with a new eye. He embraces the transformation, asserting that he was learned to live. ഭാഗം 5 ജീവിതത്തിൻ്റെ സ്ഥിരതയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. മരണത്തോടടുത്തിട്ടും പ്രഭാഷകൻ പ്രകൃതി ലോകത്ത് സന്തോഷം കണ്ടെത്തുന്നു. ഞാൻ ലോകത്തെ ഒരു പുതിയ കണ്ണോടെ കാണുന്നു എന്ന് പറയുന്നു. ജീവിക്കാൻ പഠിച്ചു എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പരിവർത്തനത്തെ സ്വീകരിക്കുന്നു. ദ ട്രാൻസെൻഡന്റ് എൻഡിങ്. ദ പോയം ക്ലോസസ് വിത്ത് എ സ്പിരിച്വൽ അഫർമേഷൻ ആസ് ദ സ്പീക്കർ ഫീൽസ് ദ സെപ്പറേഷൻ ഫ്രം ഹിസ് ബോഡി, സ്റ്റേറ്റിംഗ് മൈ മീറ്റ് ആൻഡ് ബോൺ ആർ ഡൗൺ. ഹി ഫൈൻഡ്സ് എ സെൻസ് ഓഫ് peace. A man is free in the tearing wind as he merges with the larger universe. 5ാം ഭാഗത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ മാംസവും അസ്ഥിയും തകർന്നു എന്ന് പ്രഭാഷകൻ തൻ്റെ ശരീരത്തിൽ നിന്നുള്ള വേർപിരിയൽ അനുഭവിക്കുന്ന ഒരു ആത്മീയ സ്ഥിരീകരണത്തോടെയാണ് ആ കവിത അവസാനിക്കുന്നത്. വിശാലമായ പ്രപഞ്ചവുമായി ലയിക്കുമ്പോൾ ഒരു മനുഷ്യൻ കീറുന്ന കാറ്റിൽ സ്വതന്ത്രനാണ് എന്ന സമാധാനബോധം അയാൾ കണ്ടെത്തുന്നു. ഇനി നമുക്ക് കവിതയുടെ പ്രധാന വശങ്ങൾ നോക്കാം. കീ ആസ്പെക്റ്റ് ഓഫ് ദ പോയം. സ്ട്രക്ചർ. Composed of 5 numbers section, the poem moves through different emotional states, from acceptance to reflection, struggle, and finally to a transcendent, almost a mystical state.
ഇതിൻ്റെ ഘടന 5 അക്കങ്ങളുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കവിത വ്യത്യസ്ത വൈകാരികാവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നു. സ്വീകാര്യതയിൽ നിന്ന് പ്രതിഫലനത്തിലേക്കും പോരാട്ടത്തിലേക്കും ഒടുവിൽ ഒരു അതിരു കടന്ന ഏതാണ്ട് നിഗൂഢമായ അവസ്ഥയിലേക്കും പോകുന്നു. ഇമേജറി. റോത്കെ uses vivid imagery, a fresh salted skin, the casement, the wall and the tearful wind to present the physical and spiritual journey of the dying. ഇതിലെ ഇമേജറി പറയുന്നത് മരിക്കുന്നവരുടെ ശാരീരികവും ആത്മീയവുമായ യാത്രയെ പ്രതിനിധീകരിക്കാൻ റോത്കെ ഉജ്ജ്വലമായ ഇമേജറി ഉപയോഗിക്കുന്നു. പുതുതായി ഉപ്പിട്ട തൊലി, കേസ്മെൻറ്റ്, ചുവർ, കണ്ണീരിൽ കുതിർന്ന കാറ്റ്, ഇവയൊക്കെയാണ് ഇമേജറി ആയിട്ട് വരുന്നത്. കോണ്ടെക്സ്റ്റ്. The poem is closely related to Rothko's sequence, sometimes metaphysical, a group of poems that deal with the spiritual life and the quest for self-understanding in the face of death. It is highly influenced by W.B. Yeats, both in style and in its focus on the, as the poem says, dying animal. ഇതിലെ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആത്മീയ ജീവിതത്തെയും സ്വയം മനസ്സിലാക്കാനുള്ള അന്വേഷണത്തെയും കൈകാര്യം ചെയ്യുന്ന കവിതകളുടെ ഒരു കൂട്ടമായ റോത്കെയുടെ സീക്വൻസ് ചിലപ്പോൾ മെറ്റാഫിസിക്കൽ എന്ന കൃതിയുമായി ഈ കവിത അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു. ശൈലിയിൽ കവിതയിൽ പറയുന്നത് പോലെ മരിക്കുന്ന മൃഗം W.B. യീറ്റ്സിൻ്റെ സ്വാധീനം ഇതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. യീറ്റ്സിൻ്റെ സൈലിംഗ് ടു ബൈസൻറ്റിയം എന്ന കൃതിയുടെ ഒരു ഭാഗമാണ് ഈ മരിക്കുന്ന മൃഗം. അപ്പോൾ ഇത്രയൊക്കെയാണ് തിയോഡോർ റോത്കോയുടെ ദ ഡൈയിങ് മാൻ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.